ഹലോ. അങ്ങനെ ഞാനും നമ്മുടെ 2026 എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം അങ്ങ് നടത്തിയെടുത്തു. ഫോണിൽ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. പക്ഷെ എൻ്റെ മടിയും കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന കാരണം ഞാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മുടെ 2026 വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ ഒരു ചാനൽ തുടങ്ങി നോക്കാം. വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിലും ഞാൻ നമ്മുടെ ഒരു ചാനൽ അങ്ങ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്കിന്നൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന കണ്ടാലോ? ആദ്യം വീഡിയോയിൽ കണ്ട പോലെ ഒരു പേപ്പർ എടുത്ത് ആ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന പോലെയൊക്കെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു പേപ്പർ കൊണ്ട് കുറച്ച് ഹാർട്ട് ഷേപ്സ് വെട്ടിയെടുത്ത് 4 കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ ആ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള പോർഷൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ 4 പോർഷനും അതുപോലെ കട്ട് ചെയ്യുക. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കഴിയുമ്പോൾ ആ സാധനം ഒന്ന് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് ആ ബാക്ക് സൈഡിൽ 4 സ്ക്വയർ ഷേപ്പ് ഉണ്ടല്ലോ, ആ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിച്ച് അതേ കളർ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിലൊരു പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു 4 ബോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ റിബൺ കൊണ്ട് ഉണ്ടാക്കിയത്. അതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് റിബൺ കൊണ്ട് ഉണ്ടാക്കത്തില്ലേ, അത്രയും ഒരു ബോ അതെടുത്ത് നമുക്ക് ആ ഇതിൻ്റെ 4 സൈഡിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കുക. അത് കഴിഞ്ഞൊരു പേപ്പർ എടുത്ത് നമ്മൾ അതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതായത് നമ്മളുടെ ആ ഇതിൻ്റെ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അത് ആ സെൻറ്ററിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പേപ്പർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കില്ലേ, അങ്ങനെ ആയാലും ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതെല്ലാം ഒന്ന് ഒരുമിച്ച് പിടിച്ചൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി ഷേപ്പാക്കിയിട്ട് നമുക്കതാ ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് ഇളകി വരാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് ഒട്ടി അവിടെ സെറ്റായി കഴിയുമ്പോൾ ഒരു പേപ്പർ എടുത്ത് നമുക്കൊരു ചെറിയ അതായത് നമ്മുടെ ഈ സാധനം ഒന്ന് ബോക്സ് ആയി കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെക്കാനായിട്ടൊരു അടപ്പ് വേണ്ടി, അതിനൊരു അടപ്പ് പോലൊരു പേപ്പർ കൊണ്ട് നമുക്കൊരു ബോക്സ് ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും അതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു കളർ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു അടവൊക്കെ നോക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ ഷീറ്റ് ഒരു ചെറിയൊരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഹാർട്ടൊക്കെ ഒന്ന് അകത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് അതൊരു ബോക്സ് ഷേപ്പാക്കി എടുക്കണം. അതൊരു ബോക്സ് ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് ആ അടപ്പ് വെച്ച് അടയ്ക്കണം. നിങ്ങൾ കുറച്ചുകൂടെ വലുതാക്കി എടുക്കണം കേട്ടോ. എൻ്റെ കുറച്ച് അടപ്പ് കുറച്ച് ചെറുതായി പോയി, അത് കാരണം ഒന്ന് കുറച്ച് തിങ്ങിയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ അടപ്പൊന്ന് തുറക്കുമ്പോൾ ആ സാധനം ഇങ്ങനെ നിവർന്നിട്ട് വരും. കാണാനൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.